ദൈവത്തിന്റെ പരിശുദ്ധമായ രക്ഷ നമ്മളെല്ലാവരും സ്വീകരിക്കണമെന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. നമ്മൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ടോ? ഉണ്ട് ഉണ്ട് എല്ലാവർക്കും ഉണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം അല്ലേ? പക്ഷെ നമ്മളുടെ ആഗ്രഹത്തെക്കാൾ 100 ഇരട്ടി ആഗ്രഹിക്കുന്നത് ദൈവം തന്നെയാണ് അല്ലേ? നമ്മളെ സൃഷ്ടിച്ച മക്കളെല്ലാവരും, ദൈവം നമ്മെ സൃഷ്ടിച്ചു. ആ സൃഷ്ടാവിന്റെ ആ സ്നേഹത്തിലേക്ക് തന്നെ എല്ലാവരും രക്ഷിക്കപ്പെട്ട് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ അതിലേക്ക് മനുഷ്യന്റെ ഒരു സഹകരണമില്ലാതെ ഒരിക്കലും ആ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹം, ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ മക്കള് നല്ല രീതിയിൽ ജീവിക്കണം, ദൈവസ്നേഹത്തിൽ വളരണം, ദൈവഭയത്തില് ജീവിത മേഖലകളെല്ലാം കാണണം, തിരിച്ചറിവോടുകൂടെ എല്ലാ കാര്യങ്ങളും ദൈവസ്നേഹത്തെ പ്രതി എല്ലാം എന്താണ് എല്ലാ കാര്യങ്ങളും ദൈവം എന്ന ഒരു ചിന്തയോടുകൂടെ തന്നെ മക്കള് ജീവിത മേഖലകളെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ ഒരു ദൈവഭയമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ദൈവവിചാരമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ ചിന്തിക്കും? മക്കളെ കുറിച്ച് അവർക്ക് ജോലി വേണം, മക്കള് സ്വസ്ഥമാണ്, സമാധാനമായ ഒരു ജീവിതം വേണം, ലൗകിക ചിന്തകളായിരിക്കും എല്ലാം. ഒരു ആത്മീയ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെപ്പറേഷൻ ഒന്നുമില്ല. ഉണ്ടോ? ശരിക്കും പറഞ്ഞ അല്ലെ? ആത്മാവുള്ളവൻ എല്ലാവരും ആത്മീയതയുടെ കൃപ സ്വീകരിക്കേണ്ടതാണ് അല്ലയോ? കുറച്ചുപേര് പ്രാർത്ഥനക്കാര്, കുറച്ചുപേര് പ്രാർത്ഥിക്കാത്ത ആൾക്കാര്, കുറച്ചുപേര് നിഷേധികള്. അങ്ങനെ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. അത് നടൻ ശ്രീനിവാസന്റെ ഫാമിലിയുടെ ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ ശ്രീനിവാസന്റെ ഭാര്യ ഈശോയെ ഈശോയുടെ സ്നേഹമാണ്. അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരും കൂടി ഇങ്ങനെ വട്ടം ചുറ്റി ഇരിക്കണേണ്. വിനീത് ശ്രീനിവാസനെ മാത്രം കണ്ടില്ല. ഇളയ മകനും ധ്യാനും വൈഫും ശ്രീനിവാസനും ഉണ്ട്, പിന്നെ വേറൊരാളും ഉണ്ട്. അപ്പം അതില് ഈ ശ്രീനിവാസന്റെ ഭാര്യ പറയണ, യേശുവിനെ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ മകൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെ അറിയാം, അതാരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കളിയാക്കിയ ചോദിക്കണത്. അപ്പൊ യേശു ഭഗവാൻ എന്നൊക്കെ പറയണ്ട, അവര് ഹിന്ദു ആണല്ലോ. യേശു ഭഗവാനോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പൊ അതും പറഞ്ഞ് ഈ അമ്മയെ ഭയങ്കരമായിട്ട് കളിയാക്കിയാണ്. തമാശക്ക് ആണ്, പക്ഷെ അവര് വളരെ സിൻസിയറായിട്ട്. അപ്പൊ ഈ ശ്രീനിവാസന് ഇരുന്ന് കൊക്കെന്നും പറഞ്ഞ് ഭയങ്കര ചിരി, എല്ലാരും കൂടി ഇന്ന് കളിയാക്കി ചിരിക്കുന്നുണ്ട് ഇവരെ. അപ്പൊ കാരണം ഇവര് ഹിന്ദു ആണ്. അപ്പൊ യേശു ഭഗവാനെ എനിക്കറിയാം. അപ്പൊ ഇവര് എവിടെ വെച്ച് കണ്ടുപരിചയമുണ്ട്, ആരാണ് അയാള് എന്നൊക്കെ ചോദിക്കാനുണ്ട്. അപ്പം എന്താണ് ഈ ഇങ്ങനെയുള്ള എന്താണ്, അവര് വളരെ സിൻസിയറായിട്ട് അവർക്ക് പഠിച്ചോണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് യേശുവിനെ അറിയാം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പേഴ്സണായിട്ട്, അതായത് ഒരു കൂട്ടുകാരെ എനിക്കറിയാം, അയാളല്ലേ അയാൾ എനിക്കറിയാം എന്ന് പറയുന്ന ഒരു ഫീലിലാണ് അവര് അത് കേൾക്കണത്. പക്ഷെ ഇവര് ആത്മാർത്ഥമായിട്ട് തന്നെ പറയണത്, എനിക്ക് യേശുവിനെ അറിയാം, എനിക്ക് നേരത്തെ അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ വെച്ചറിയാം, എങ്ങനെ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഇവര് അപ്പനും മക്കളും കൂടിയൊക്കെ ഇന്ന് കളിയാക്കുന്നുണ്ട്. അപ്പൊ അതും പറഞ്ഞ് ഭയങ്കരമായിട്ട് പരിഹസിച്ച് ചിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓർക്കണേ, ഇങ്ങനെ ഈ അവസ്ഥയിൽ ഇരുന്നിട്ട് പോലും, അതായത് ശ്രീനിവാസന് മര്യാദക്ക് ആരോഗ്യസ്ഥിതി വളരെ ദുരിതപ്പെട്ട അവസ്ഥയാണ്. എന്നിട്ട് പോലും ഇത്രയും എന്താണ് അത്രയും രോഗാവസ്ഥയിലായിരുന്നിട്ട്, കിടപ്പ് രോഗിയായിരുന്നിട്ട് പോലും അവിടെ നിന്നൊക്കെ എന്താണ് റിക്കവറായി. ചെറിയ രീതിയിൽ മാത്രമേ റിക്കവറായി വന്നിട്ടുള്ളൂ, അല്ലാതെ വലിയ ഇതൊന്നുമില്ല. എന്നിട്ട് പോലും ആ ഒരു പരിഹാസം, അതായത് ഈ ലോകത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്, ലോക ചിന്തകളിലും ബുദ്ധികളിലും ഒക്കെയാണ് ഇവർ ജീവിക്കുന്നത്. ദൈവത്തെക്കുറിച്ചോ ദൈവിക കാര്യങ്ങളെക്കുറിച്ചോ അജ്ഞാതമാണ്. ദൈവം എന്ന് പറയുന്ന ചില ആൾക്കാർക്ക് മാത്രം പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ അമ്മയുടെ, ശ്രീനിവാസന്റെ ഭാര്യയുടെ ആ ഒരു വിശ്വാസ സ്നേഹം അവര് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നോണ്ടായിരിക്കാം അവര് ഈ ദൈവത്തോട് യേശുവിനോട് പ്രാർത്ഥിക്കുന്നോണ്ടായിരിക്കാം അവരുടെ ഫാമിലിയിൽ കർത്താവിന്റെ ഒരു പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഈശോ പറയുന്നുണ്ടല്ലോ, നീ വിശ്വസിച്ച നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പൊ ഞാൻ അതിന്റെ കമന്റ് ഇട്ടു, നിങ്ങള് എല്ലാവരുടെയും പേര് ഉപയോഗിക്കുന്ന പോലെ ഈശോയുടെ പേര് ഉപയോഗിച്ച് നിങ്ങള്
പരിഹസിക്കരുത്, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ ഒരു കമന്റ് ഇട്ടു. കാരണം നമുക്കത് കണ്ടൊന്നും കേട്ട് എന്താണ് അത് എത്ര വലിയ സെലിബ്രിറ്റീസ് ആണെങ്കിൽ പോലും എനിക്ക് ദൈവം നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ നമ്മളുടെയൊക്കെ രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് അത് പരിഹസിക്കുന്നത്, അല്ലെ? നമ്മൾ തന്നെയാണ് മിസ്യൂസ് ചെയ്യുന്നത്. പരിഹാസകന് ഈ ലോകത്തിന് എപ്പോഴും നിന്ദന കേൾക്കേണ്ടി വരും. പക്ഷെ എത്ര മരണത്തിന്റെ അവസാന നിമിഷം വരെ നിന്ദിച്ചും പരിഹസിച്ചൊക്കെ ജീവിച്ചാലും ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, അല്ലെ? ഇവരുടെ ആരോഗ്യം ഇത്രയും ദുരിതപ്പെട്ട അവസ്ഥയിലാണ്, അത്രയും സമ്പത്തുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അവന്റെ സ്വന്തം നിലനിൽപ്പ് പോലും ദുർബലമാണെന്ന് അറിഞ്ഞിട്ട് പോലും അവർക്ക് വ്യക്തതയില്ല എന്താണ് ദൈവം, ആരാണ് ദൈവം എന്ന്. അത്രമാത്രം ഒരു നെറുകെട്ട ജീവിതത്തിന്റെ മുമ്പിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹിക്കുന്നത്, അതായത് നമ്മൾ ഓർക്കണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഈ ലോകത്തിലെ ഒരു വിലയില്ലാത്തൊരവസ്ഥയാണ്. ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കുറഞ്ഞ ജീവിതമായി, അല്ലെങ്കിൽ വില കുറഞ്ഞ വ്യക്തിത്വങ്ങളായി, അല്ലെങ്കിൽ വില കുറഞ്ഞ ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തഴയപ്പെടാം. എന്താ കാര്യം? ലോകം നിന്നെ വെറുക്കും, അല്ലെ? ദൈവത്തെ സ്നേഹിക്കുന്നവരെ എന്ത് ചെയ്യും? ലോകം സ്നേഹിച്ച് ചേർത്ത് പിടിക്കുകയൊന്നുമില്ല. അതായത് നമ്മള് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആദ്യം അറിയുന്നത് ആരാണ്? നമ്മളെക്കാൾ നന്നായിട്ട് പിശാചിനറിയാം. മനസ്സിലായോ? അതായത് നമ്മൾക്ക് മാറ്റം സംഭവിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ചിലപ്പോ നമ്മൾ പോലും അറിയില്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നമുക്ക് പോലും വ്യക്തതയില്ല നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കും. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള നന്മകളൊക്കെയാണ് നമുക്ക് അത്. പക്ഷെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല ഞാൻ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നുവെന്ന്. കാരണം നമ്മൾ അതനുസരിച്ചൊന്നല്ല ജീവിക്കുന്നത്, അല്ല? ഒരുപാട് വീഴ്ചകള് വാക്കില്, പ്രവൃത്തി, സംസാരത്തിലൊക്കെ ഉണ്ട്. എന്നാലും എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളില് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ അതില് നമുക്ക് ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, അത് കൺഫേം ആണ്. പക്ഷെ ദൈവത്തെ നമ്മൾ അതിന്റെ ഒരു തരി, അതായത് ഒരു ഏറ്റവും ചെറിയ കണികയായിട്ടാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കണികയെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത് ആരാണ്? പിശാച് തന്നെയാണ്. അതിലൊരു സംശയവും വേണ്ട. അപ്പൊ ഈ പിശാച് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നറിയുന്ന സമയം തുടങ്ങി നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ മനഃപൂർവ്വം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. അത് സമൂഹത്തിലും, വ്യക്തി ജീവിതത്തിലും, കുടുംബങ്ങളിലും, നമ്മുടെ ജോലി മേഖലകളിലും, നമ്മുടെ പ്രവർത്തന മേഖലകളിലും, എവിടെയൊക്കെയാണ് അവിടെ എല്ലാം ഇവൻ ഇങ്ങനെ നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇപ്പൊ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും, നമ്മളെ ഏറ്റവും സഹായിച്ച വ്യക്തികൾ കൂടിയായിരിക്കും, നമ്മളെ ഏറ്റവും കൂടുതൽ കരുണ കാണിച്ച വ്യക്തികൾ കൂടിയായിരിക്കാം, നമ്മളെ ഏറ്റവും വിശ്വസ്തയോടുകൂടെ ഹൃദയത്തെ സൂക്ഷിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നവരിൽ കൂടിയൊക്കെ ആയിരിക്കാം പിശാച് നമ്മളെ എതിരെ ടോർച്ചർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറ്റും? നമ്മള് തികച്ചും ഒറ്റപ്പെടും, അല്ലേ? ഭയങ്കരമായിട്ട് നമ്മൾ ഒറ്റപ്പെടുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് എളുപ്പം ഈശോയോട് ഒട്ടിച്ചേർന്നിരിക്കാൻ, അല്ലെ? ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒരു സംസാരത്തിനോ അവരുടെ സഹായത്തിനോ ഒക്കെ ആഗ്രഹിക്കുക, അന്വേഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ തികച്ചും ഒറ്റപ്പെടുമ്പോ നമുക്കൊരു നിവൃത്തിയില്ല. ദൈവത്തോടല്ലാതെ വേറെ ഒട്ടിച്ചേർന്നിരിക്കുവാനുള്ള അവസരമോ ചിന്തയോ ഒന്നും വരില്ല. കാരണം എല്ലാവരാലും നമ്മൾ തഴയപ്പെട്ടു. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, നേരെ ദൈവത്തിലേക്ക് തന്നെ നേരിട്ട് അങ്ങോട്ട് ചേർന്നിരിക്കാനുള്ള ഒരു വലിയൊരു സാഹചര്യം ദൈവം നമുക്ക് വഴിയൊരുക്കി. ഇവിടെയാണ് രക്ഷയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്. അപ്പൊ നമ്മള് ലോകം നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ദാരുണമായ സങ്കടങ്ങളിൽ, വേദനകളിലൊക്കെ ആയിരിക്കും. പക്ഷെ ദൈവം നോക്കുമ്പോ എന്താ? നല്ല സൂപ്പർ ആയിട്ടുള്ള അവസരമാണ്, അല്ലേ? സൂപ്പർ ആയിട്ടുള്ള അവസരം. നമുക്ക് അതാണ് ദൈവവും ലോകവും തമ്മിലുള്ള വ്യത്യാസം. ഇത് തിരിച്ചറിയണം നമ്മള്. നമുക്ക് മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം, ജയന്തി വായിക്കും, പോയോ? മണിയമ്മ വായിക്കും. വായിക്ക്.
അമ്മ ബെഞ്ചമിൻ വായിക്കാം. വായിക്കുന്നു സിസ്റ്റർ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വചനങ്ങൾ. പരിശുദ്ധമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെ ഹൃദയവിചാരത്തിൽ ദൈവത്തിന് എല്ലാവരെയും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം. നമ്മളുടെ ചിന്തകള്, പ്രവൃത്തികള്, നിരാശകള്, അതുപോലെ നമ്മളുടെ നിയോഗങ്ങള്, നമ്മളുമായിട്ടുള്ള എല്ലാ സെക്കൻഡുകളും ദൈവത്തിന് ഇപ്പൊ ആരും ദൈവത്തോട് ചെന്ന് പറയണ്ട, അവരിങ്ങനെയാണ് അവരങ്ങനെയാണ് എന്നാരും ചെന്ന് പറയണ്ട. കാരണം എന്താണ്? ദൈവം ഇങ്ങനെ മിററിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ, അതായത് നമ്മളെ മിററിന്റെ മുമ്പിൽ എങ്ങനെയാണ് നമ്മുടെ എല്ലാ അവസ്ഥയും, ബാഹ്യമായ എല്ലാ അവസ്ഥയും കാണാം, അല്ലെ? ഒരു പുസ്തകം തുറന്നു വെച്ചിരിക്കുന്ന പോലെയാണ് ദൈവത്തിന് ഈ ലോകം. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ അവിടെ ഒരു എക്സ്ക്യൂസോ അല്ലെങ്കിൽ അതില് കറക്ഷൻസോ ഒന്നും ദൈവത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ദൈവത്തിന് നമ്മുടെ ലക്ഷ്യം അറിയാം, നമ്മുടെ ചിന്തകൾ അറിയാം, നമ്മുടെ സംസാരങ്ങൾ എന്താണെന്നറിയാം, നമ്മുടെ എന്താണ് നമ്മൾ അടുത്ത കാര്യം വിചാരിക്കുന്നത് പോലും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമുക്ക് ഹൃദയത്തെ നമുക്ക് വഞ്ചിക്കാനായിട്ട്, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ സ്നേഹമില്ല എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു കാര്യം, നമ്മളിലുള്ള ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ എന്താണോ അല്ലെങ്കിൽ നമ്മളിൽ കൂടി എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത് അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നമുക്ക് നമ്മളെ തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വീട്ടില് ആണെങ്കിൽ വീട്ടില് മക്കള് ജോലി കഴിഞ്ഞ് വരുമ്പോ ഇന്ന സമയത്ത് വരും എന്നറിയാം. അപ്പൊ നമ്മളത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കും, അല്ലെ? മക്കള് പോകുന്ന സമയം നമുക്കറിയാം, വരുന്ന സമയം അറിയാം, ഭക്ഷണം കഴിക്കുന്ന സമയം അറിയാം, എന്തൊക്കെ ഫുഡ് കഴിക്കണമെന്നറിയാം, എന്തോരം കഴിക്കുമെന്നറിയാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ബാഹ്യമായ കുറെ കാര്യങ്ങൾ അറിയാം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ നമ്മളെ എപ്പോഴും നോക്കിക്കാണുന്ന ഒരു ദൈവത്തെ എന്തുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് അങ്ങോട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അറ്റാച്ചിങ് വളരെ ദുർബലമായിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ, നമ്മൾക്ക് ഇപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അത് ആ പുള്ളിക്കാരത്തി ഇങ്ങനെ ഉണ്ണീഷോ ആയിട്ട് ഭയങ്കര കമ്മിറ്റ്മെന്റ്, ഭയങ്കര സ്നേഹത്തിലാ. അപ്പോ എപ്പോഴും വരും, എപ്പോഴും ഉണ്ണീഷോ വരും, എപ്പോഴും സംസാരിക്കും. ഉണ്ണീഷോ ഇങ്ങനെ തുള്ളിക്കളിച്ചപ്പോ വീട്ടില് പാലൊക്കെ കുടിക്കുമ്പോഴും ചെറിയ ഗ്ലാസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പാലൊക്കെ പുള്ളിക്കാരത്തി കുടിക്കുമ്പോ ഈ ഉണ്ണീഷോയ്ക്കും കൊടുക്കും. അങ്ങനെ ഭയങ്കര ഓരോ കൊച്ചുങ്ങളെ പോലെ വീട്ടിൽ ഇങ്ങനെ ഫുൾ ടൈം നടക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഭയങ്കര ഇഷ്ടമാണ് എന്നെ, ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ നമുക്കാണെങ്കിൽ അത്ര ഒന്നും നേരിട്ടുള്ള ഒരു ഫീലിംഗ് ഇല്ല. പക്ഷെ ഉള്ളിൽ എപ്പോഴും ഈ ചിന്തയും വിചാരവും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുന്നു. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ടച്ച് ചെയ്ത ഫീലിംഗ് ഒന്നുമില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടായപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഇനി മേലെ എന്റെ അടുത്തോട്ട് വരുതെന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈശോ ഭയങ്കര അനുസരണമുള്ള ആളായതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പക്ഷെ കാരണം നമ്മളുടെ ശരീരം അതിന് ഒട്ടും ആപ്റ്റല്ല. നമ്മളുടെ ശരീരം ഈശോയെ കാണാനോ സ്വീകരിക്കുവാനോ ഈശോയുമായിട്ട് സംഭാഷണം നടത്താനോ ഒന്നും
നമ്മൾക്ക് നമ്മുടെ ശരീരം അത്ര ഭാവാവസ്ഥയിലും അല്ലെങ്കിൽ ലോക അവസ്ഥകളിൽ നമ്മളെല്ലാം കൂടി പൊരുത്തപ്പെട്ടു പോകുമ്പോൾ ആ വിശുദ്ധിയൊന്നും നമുക്ക് പരിപാലിക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഈ ശരീരം നമ്മൾ അനുവദിക്കാത്തതുകൊണ്ട്, ജീവിതം നമ്മൾ അനുവദിക്കാത്തതുകൊണ്ട് നമുക്ക് ഈശോയുടെ സാന്നിധ്യം നമുക്ക് ഭയങ്കരമായ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയായിട്ട് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഈശോ എൻ്റെ അടുത്തോട്ട് വരരുതെന്ന്. അപ്പൊ ഈശോ വളരെ കൃത്യമായി അനുസരിക്കുന്ന ആളായതുകൊണ്ട് പിന്നീട് വന്നിട്ടില്ല. പക്ഷെ എന്നോട് ഈ ചേച്ചി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, വിളിക്ക് നിർബന്ധത്തോടുകൂടെ വിളിക്കുക അപ്പൊ വരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും എനിക്ക് അനാമനത്തോടെയാണ് ഞാൻ വിളിച്ചത്. വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ഒരു ബട്ടർഫ്ലൈ വരും, ഒരു വൈറ്റ് ബട്ടർഫ്ലൈ, ഒരു ചെറിയ ബട്ടർഫ്ലൈ ആയിട്ട് വരും. അപ്പോ അത് ഉണ്ണീശോയുടെ സാന്നിധ്യത്തിന്റെ ഒരു സിംറ്റം ആണെന്ന് പറയും. പക്ഷെ ഞാനിങ്ങനെ നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യം ചിന്തിച്ചും പറഞ്ഞൊക്കെ പോണത്. അപ്പൊ അങ്ങനെ ഈശോ അത്ര വലിയ നിർബന്ധത്തോടുകൂടിയല്ല ഞാൻ വിളിക്കുന്നതെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഈശോ എൻ്റെ അടുത്തോട്ട് വരുന്നില്ല. പക്ഷെ ഈശോ പറഞ്ഞത് നിന്റെ ഉള്ളിൽ എപ്പോഴും ആക്റ്റീവാണ് ഞാൻ എന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ്, നമ്മള് അത് മതിയല്ലോ അല്ലെ? നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളൊരു മെമ്പർ ദൈവം ആണ്. അതായത് സർവ്വതിനെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതല്ലേ വലുത്. നമ്മളിപ്പോ മതിയല്ലോ ഈശോനെ. നമ്മളിപ്പോ ഇന്നൊരു ദിവസം ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചു, നാളെ നമ്മള് അത് പിന്നെ നമ്മൾ ആ ഈശോനെ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ അതുപോലെ പ്രിപ്പയർഡ് ആവണം, വിശുദ്ധി ഉണ്ടാവണം അല്ലെ? അപ്പൊ ആ വിശുദ്ധി നമ്മുടെ ജീവിതത്തില് എല്ലാ സമയവും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് നല്ലതാണ്. പക്ഷെ അത് നിലനിർത്തുക അത് ഇത്തിരി പ്രയാസവും കൂടുതൽ അധ്വാനവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. എന്നാലും ഞാനിങ്ങനെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, വരാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് വരുന്നുണ്ടാവും. ഞാൻ ഒരിക്കലും പറഞ്ഞായിരുന്നു ഈശോയും അമ്മയും കൂടി ഒരു ദിവസം വന്നു എന്നുള്ളത്. അപ്പൊ അന്നേരം ഒന്നും നമുക്ക് മനസ്സിലാവണില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഈശോയും അമ്മയും. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഇടയിൽ ആരുണ്ട്? ഈശോ ഉണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുണ്ട്. അപ്പൊ ഇത് നമ്മൾ എന്താണ്, വിശ്വാസം കൊണ്ട് നമ്മളത് മനസ്സിലാക്കുകയും അല്ലെ, കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പുമാണ് വിശ്വാസം. ഇത് മതിയല്ലോ. നമ്മളിപ്പോ അതാണ് അതായത് തോമസയുടെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ എന്നാ പറഞ്ഞേക്കണം അല്ലെ? അപ്പൊ നമ്മൾക്ക് ആ ഭാഗ്യം ദൈവം തന്നെ നിലനിർത്തി തരുന്നുണ്ട്. പക്ഷെ അതിൽ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ഹൃദയം ഏതവസ്ഥയിലും പോകാൻ സാധ്യതയുണ്ട്, നമ്മുടെ ചിന്തകള്, നമ്മുടെ പക്ഷെ ഈ വിചാരത്തെ, ദൈവ വിചാരത്തിൽ നിന്ന് പുറത്തു ചാടിയ പിന്നെ ലോകം നമ്മളെ എന്ത് ചെയ്യും? ഭീകരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അപ്പൊ എപ്പോഴും ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാൻ പറ്റുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഈശോയുടെ ചിന്തകൾ തന്നെയാണ് അല്ലെ? ഈശോയുടെ ചിന്തകളിൽ ഒരിക്കലും ചാടി പുറത്തിറങ്ങാതിരിക്കുക, അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം. നമുക്ക് ഈശോ നൽകുന്ന തിരുവചന ഭാഗം, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. ഞാനിപ്പോ ജസ്റ്റ് അങ്ങോട്ട് വചനം എടുത്തുള്ളൂ. അതായത് ഇത്ര നേരം പറഞ്ഞതിന്റെ ഒരു എന്താണ് റെസ്പോണ്ട് ആയിട്ടാണ് ഈ വചനം. അതായത് ഈശോ പറയുന്ന ഉത്തരമായിട്ട്. അതായത് ഞാനൊരു കാര്യം പറയാണ്, അപ്പോ ഇപ്പൊ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുന്നത് തന്നെ അല്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ട് പറയണത്, ചോദ്യത്തിന് ഉത്തരവല്ലേ അല്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല നിങ്ങൾ പറയണത്, ആ ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾ പറയണത്. അതുപോലെ തന്നെയാണ് ഇത്ര നേരം നമ്മള് സംസാരിച്ചിരുന്ന കാര്യങ്ങൾക്ക് ദൈവം തന്നെ ഒരു ഉത്തരം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനം, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതായത് നമ്മൾ ആരും ദൈവത്തെ അന്വേഷിച്ചു പോയതല്ല, ദൈവമാണ് നമ്മളെ അന്വേഷിച്ചതും നമ്മളെ തെരഞ്ഞെടുത്തതും നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. അതായത് നമ്മളാണ് ദൈവത്തെ അന്വേഷിച്ചിറങ്ങി നമ്മൾ പരാജയപ്പെട്ടു പോയാനെ അല്ലെ? നമ്മുടെ വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ ദൈവത്തെ കുറിച്ച് അറിയാൻ വേണ്ടി കുറെ പാടുപെട്ടു. പക്ഷെ അവസാനം ദൈവം ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ, അതായത് കടൽ തീരത്ത് ഒരു പൊടിക്കാറ്റ് കുഞ്ഞായിട്ട് വന്നു, തീരെ ചെറിയൊരു കുഞ്ഞായിട്ട് വന്നിട്ട് പുണ്യാളനോട് ചോദിക്കുന്നത്, ഈ ഒരു ചിരട്ടയിലോട്ട്
ഈ വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുകയാണ്. വെള്ളമല്ല, അങ്ങനെയല്ലേ? അതെ. പക്ഷെ ഈ കടല് വറ്റിക്കാൻ നോക്കുകയാണ്. ഈ കുഞ്ഞു പറയുന്നത് ഉണ്ണീശോ വന്നിട്ട് കടല് ചെയ്യുന്ന പരിപാടിയാ. ഈ ഉണ്ണീശോ വന്നിട്ട് ഈ കടലിൽ നിന്ന് ചിരട്ട കൊണ്ട് വെള്ളം കോരി. അപ്പൊ പുണ്യാളൻ ചോദിക്കുന്നുണ്ട്, എന്താണ് കുഞ്ഞെ നീ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ഈ കുഞ്ഞ് പറയും, എന്താണ്, ഞാൻ ഈ കടല് വറ്റിക്കാൻ പോവാണെന്ന് പറയും. അപ്പോ പറയും, എന്ത് മണ്ടത്തരമാണ് നീ ചെയ്യുന്നത് എന്ന് ഈ കുഞ്ഞിനോട് പറയും. അപ്പോ ഈ കുഞ്ഞ് തിരിച്ചു ചോദിക്കുന്നത് എന്താണ്, നീയും അത് തന്നെയല്ലേ ചെയ്യണേ, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. അല്ലേ? അതെ. ഇതാണ്. അതായത് നമ്മൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ദൈവ വിചാരത്തിൽ നമ്മളുടെ ഹൃദയമാകണമെങ്കിൽ ദൈവം അതിനു വേണ്ടി അധ്വാനിച്ചിട്ടാണ്. അല്ലാതെ ഞാനും നിങ്ങളൊന്നും അധ്വാനിച്ചിട്ടല്ല, അല്ലേ? അതെ. ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. നമ്മളൊന്ന് ആഗ്രഹിച്ചാ മതി, ദൈവം നമ്മുടെ അടുത്തേക്ക് ഓടി വരുമെന്നാ പറയുന്നത്. ആഗ്രഹം വരണമെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണ്ടേ? പ്രവർത്തിക്കണം. അതെ അതെ സാർ. അതായത് പോസിറ്റീവായിട്ട് നമ്മുടെ ആത്മാവിന് പോസിറ്റീവായിട്ട് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ആര് പ്രവർത്തിക്കണം? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഒരു നന്മ ഒരിക്കലും നമ്മൾ ഒറ്റക്ക് ചെയ്യുന്നതല്ല. ഒരു നന്മയെ നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി തിന്മയുടെ കൂടാരത്തിലാണ് ജീവിക്കുന്നത്, സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും നന്മ പുറപ്പെടും, അല്ലേ? അപ്പൊ ദൈവം ഇങ്ങനെ നോക്കും. അതായത് ഈ ഈശോയുടെ ഹൃദയത്തിലേക്ക് കുന്തം ഇറക്കിയ ലുങ്കിനോസിന്റെ ഹൃദയം പോലും ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അല്ലെങ്കിൽ വേറെ ആരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ആ കാര്യം ചെയ്യിപ്പിച്ചെങ്കിൽ ചിലപ്പോൾ ലുങ്കിനോസ് അനുദപിച്ച പോലെ ആ വ്യക്തിക്ക് അനുദപിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ സാധിക്കില്ലായിരിക്കാം, അല്ലേ? കാരണം ലുങ്കിനോസിന്റെ ഹൃദയം അറിഞ്ഞു എന്നുള്ളത്. അതുപോലെ ഈശോയെ പട്ടാളക്കാർ വന്ന് പിടിക്കുന്നുണ്ട് രാത്രി. ചുംബനം കൊണ്ട് ചുംബിക്കുമ്പോ അത് നിങ്ങൾ ആരെ അന്വേഷിക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും അവര് യേശുവിനെ, നസ്രായനെ യേശുവിനെ പറയുമ്പോഴേക്കും അത് ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും ഈ പറയുന്ന സമയത്ത് തന്നെ കുറെ പേര് അവിടെ ആ ശ്വാസം കൊണ്ട് അവിടെ കമിഴ്ന്ന് വീഴുന്നുണ്ട്. കമിഴ്ന്ന് വീഴുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് ഈശോയെ ഭയന്നിട്ടല്ല, ഈശോയുടെ വായിൽ നിന്നും ഒരു ആ ശ്വാസം. ഇപ്പൊ ഞാനിപ്പോ പറയുമ്പോ മുഴുവൻ എന്റെ വായിൽ കൂടി എന്തൊക്കെ പോരുന്നുണ്ട്? ശബ്ദം പോരുന്നുണ്ട്. നമ്മൾ അറിയാത്തൊരു വായു പോരുന്നുണ്ട്. ഈ വായു ഇങ്ങനെ ചലിക്കുന്നോണ്ടാണ് വാക്കുകൾക്കൊക്കെ ക്ലാരിറ്റി ഉള്ളത്. വായു ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഒരു ഞരക്കം മാത്രമായിരിക്കുള്ളൂ, അല്ലെ? ക്ലിയർ ആവില്ല. വാക്കുകളൊന്നും ക്ലിയർ ആവില്ല, ഒന്നും ക്ലിയർ. അപ്പൊ ഈ വായു ഇങ്ങനെ പുറത്തേക്ക് അതിൻ്റെതായ രീതിയിൽ തന്നെ ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നോണ്ടാണ്. അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് ഈശോയുടെ നിശ്വാസം പുറത്തേക്ക് പോയപ്പോൾ ആ ശ്വാസത്തിന്റെ ശക്തി കൊണ്ടാണ് ഈ പട്ടാളക്കാര് കുറെ പേര് അവിടെ കമിഴ്ന്ന് വീണത്. കാരണം അവരുടെ ഉള്ളിൽ എന്തായിരുന്നു? അവരുടെ ഉള്ളില് കുറച്ചെങ്കിലും നന്മയുണ്ടായിരുന്നു. കുറച്ചെങ്കിലും നന്മയുണ്ടായിരുന്നു. അതായത് നമ്മള് ഫ്രാൻസിസ് പാപ്പയുടെ ജോൺ പോൾ മാർപ്പാപ്പയുടെ കാലത്ത് കുറെ മനുഷ്യരെ പട്ടാളത്തിലേക്ക് എടുത്തു. അതിലൊരാൾ കൂടിയായിരുന്നു എന്താണ് യുദ്ധകാലത്ത്, അല്ലെ? അപ്പോ ഈ നല്ല മനുഷ്യരെയും ദുഷ്ടമനുഷ്യരും ഉണ്ട് പട്ടാളത്തില്. അപ്പൊ ഓരോരുത്തരുടെ കഠിന ഹൃദയം അനുസരിച്ചിട്ടാണ് ആ പ്രവൃത്തികള് അങ്ങനെ ആവണം. അപ്പൊ അതിൽ നല്ല മനുഷ്യരുണ്ടായിരുന്നു. അപ്പൊ ആ നല്ല മനുഷ്യന്റെ നല്ല സോളിനെയാണ് ദൈവം അവിടെ കണ്ടത്. അങ്ങനെയാണ് അവർക്ക് കുറച്ചുപേര് കമന്റ് വീണത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ വ്യക്തികളും ഈശോയെ പീഡിപ്പിക്കാൻ വന്നവരാ, അല്ലെ? ക്രൂശിക്കാൻ വന്നവരാ. ഈശോയെ പട്ടാളക്കാര് 150ഓളം പടയാളികളോളം ഉണ്ടായിരുന്ന പറയുന്നത്. അപ്പൊ ഇവരെ എല്ലാവരെയും ദൈവം തന്നെ തിരഞ്ഞെടുത്തതാണ്, അല്ലെ? ഈ ഈശോയെ അന്നാസും കയ്യപ്പാസും പിലാത്തോസ് എല്ലാവരെയും ആര് തിരഞ്ഞെടുത്തതാണ്? ദൈവം തിരഞ്ഞെടുത്തതാണ്. വേറൊരാളും അല്ല, ദൈവം തന്നെ. പിലാത്തോസിനോട് ചോദിക്കുന്നുണ്ട്, പിതാവായ ദൈവം ഇത് നിന്നെ അനുവദിക്കുന്നത് കൊണ്ടാണ് നിനക്കിത് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പോലും ഈശോ അവിടെ വെച്ച് പറയുന്നുണ്ട്. അത് നീ തന്നെ പറഞ്ഞല്ലോ, നീ ദൈവപുത്രനാണോ എന്ന് ചോദിക്കുമ്പോൾ അത് നീ തന്നെ പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്, അല്ലേ?
അപ്പോ ഇതെല്ലാത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഈ ദുഷ്ടരെയും ശിഷ്ടരെയും തെരഞ്ഞെടുക്കുന്നത് ദൈവം തന്നെയാണ്. പക്ഷെ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ട് കിട്ടണം, അല്ലെ? ഇതിപ്പോ ഞാൻ എന്നെ തെരഞ്ഞെടുത്തത് ദൈവത്തെ ക്രൂശിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പൊ ബറാബാസിനെ തെരഞ്ഞെടുത്തത് ദൈവം തന്നെയാണ്. ബറാബാസ് കള്ളനും കൊള്ളക്കാരനും ആയിരുന്നു. പക്ഷെ എന്തായിരുന്നു? ബറാബാസിനെ ഈ പരിശുദ്ധനായ ദൈവം, ഒരു പാപവും ചെയ്യാത്ത ദൈവത്തെ തന്നെ പ്രതിക്കൂട്ടി കയറ്റിയിട്ട് കള്ളനെയും കൊള്ളക്കാരനുമായ ഈ വ്യക്തിയെ അഴിച്ചു മാറ്റി വിട്ടു കൊടുക്കുമ്പോഴേക്കും ബറാബാസ് ആ നിമിഷം അവിടെ എന്താവുന്നുണ്ട്? മാനസാന്തരപ്പെടുന്നുണ്ട്, അല്ലെ? ഇത്രയും കഠിന ഹൃദയം. അപ്പൊ ദൈവം തന്നെയാണ് ബറാബാസിനെയും തെരഞ്ഞെടുത്തത്, അല്ലെ? അപ്പം എല്ലാ മേഖലയിലും വെച്ച് നോക്കുമ്പോൾ നമ്മള് വിചാരിക്കും, നമ്മള് പ്രാർത്ഥന ചെയ്യുന്ന എന്നെയും തെരഞ്ഞെടുത്തത് എന്താണ്? മറ്റുള്ളവർ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, അവരെ പ്രാർത്ഥിക്കാനുള്ള പ്രമോഷൻ നമ്മൾ കൊടുക്കണം, അല്ലെ? അവര് ദൈവത്തെ സ്നേഹിക്കാനുള്ള പ്രമോഷൻ നമ്മൾ കൊടുക്കണം. അപ്പൊ നമുക്ക് എന്തുണ്ട്? നമുക്ക് ദൈവത്തിന്റെ ഒരു പ്രത്യേക ഗിഫ്റ്റ് ഉണ്ട്, അല്ലെ? ഈ ഗിഫ്റ്റ് ആര് തന്നു? ദൈവം തന്നു. നമ്മളായിട്ട് അതായത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഈ അമ്മയോ അപ്പനോ നമ്മുടെ ആന്തരിക അവയവങ്ങള് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടോ? ഒരു വസ്തുവും തന്നിട്ടില്ല, അല്ലെ? ഒന്നുമില്ല. അവരെ ദൈവം ഉപയോഗിച്ചു എന്നല്ലാതെ ബാക്കിയൊന്നും അവരുടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒന്നും അവര് വെച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് ഇതിന്റെയൊക്കെ ഓണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്രഷ്ടാവായ ദൈവം മാത്രമാണ്. പക്ഷെ ഇന്ന് മനുഷ്യരത് അറിയുന്നില്ല. എല്ലാവരും അവകാശം പറച്ചില്ല. മക്കളെ പ്രതിയും സമ്പത്തിനെ പ്രതിയും അധികാരത്തെയും അവകാശത്തെയും വസ്തുക്കളെയും പ്രതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മത്സരിക്കുകയാണ്, അല്ലെ? ഇതെല്ലാത്തിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് മാത്രമാണ്. ഇപ്പൊ ഇന്നിപ്പോ രാജ്യം ഭരിക്കുന്നത്, അല്ലെ? നമുക്കറിയാം ബാബിലോൺ, അതായത് ഈ ഈശോയുടെ കാലത്ത് തന്നെ എന്താണ് ഈജിപ്തിലേക്ക് പോകാൻ പറയുന്നുണ്ട്. ഈജിപ്ത് ദൈവത്തിന് അറിഞ്ഞൂടെ? മോശപ്പെട്ട സ്ഥലമാണെന്ന്, പാപത്തിന്റെ നാടെന്നാണ് ഈജിപ്തിനെ അറിയുന്നത്. പക്ഷെ ദൈവം പറയണ എന്താണ്? നിങ്ങൾ ഈജിപ്തിലേക്ക് പോവുക എന്നാണ് മറിയത്തിനോടും ജോസഫിനോടും പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കണത്? അവർക്ക് പറയാലോ അത് പാപത്തിന്റെ നാടല്ലേ, അങ്ങോട്ട് പോകണോ എന്ന് ചോദിക്കുന്നില്ല. എന്താണ്? ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലമാണ്, അല്ലെ? ആണോ? അപ്പൊ എല്ലാ സ്ഥലവും ദൈവം ഓരോരുത്തരുടെയും ദൈവസ്നേഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആ മണ്ണിലുണ്ടാവും. ചില മനുഷ്യര് ചില ജീവിതങ്ങള് വളരെ ദൈവസ്നേഹത്തോടുകൂടെ വരും, പക്ഷെ വന്ന് കയറുന്ന വീട് മാരകീയതയുടെ ഭീകരതയിലായിരിക്കും. അപ്പൊ നമുക്കത് ഉൾക്കൊള്ളാനോ അതിൽ ജീവിക്കുവാനോ ഒക്കെ നമുക്ക് പ്രയാസമാണ്. ഇപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈശോട് ഒരു കാര്യം ദൈവമേ, ഈ ലോകത്ത് നമുക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. കാരണം ദൈവഭയമില്ലാത്തവരുടെ നടുവില് ദൈവസ്നേഹത്തെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് അവരെ അനുസരിപ്പിക്കുക, അറിയിക്കുക, അതൊക്കെ ഭയങ്കരമായ വെല്ലുവിളിയാണ്, അല്ലെ? അതായത് ദൈവഭയമില്ലാത്തൊരു മനുഷ്യനോട് ദൈവകാര്യം പറയുമ്പോ എന്ത് ചെയ്യും? ശ്രീനിവാസൻ ചിരിച്ച പോലെ അവഹേളിക്കും, അല്ലെ? അപ്പം അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ നമ്മൾ പുച്ഛിക്കും, അതുപോലെ എന്താണ്? നിന്ദിക്കും, അപമാനിക്കും, കൂകി വിളിക്കും, അല്ലെ? ഇപ്പൊ നമ്മുടെ ലോത്തിന്റെ ജീവിതത്തിൽ നോക്കുക. ദൂതന്മാര് വന്നപ്പോ സൊദോം ഗൊമോറ നശിപ്പിക്കാൻ സ്വർഗീയ ദൂതര് വന്നപ്പോഴേക്കും ഈ ദൂതരെ അതായത് ഒരു ഗിഫ്റ്റ് വിരുന്നുകാരനെ പോലെയാണ് വന്നത്, അല്ലെ? ദൂതന്മാര് വന്നത്. അപ്പോ അവരെ എന്താണ് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളാണ് അവിടെ കൂടുതൽ. അപ്പോ ഈ ആണും തമ്മിലുള്ള ഒരു വൃത്തികെട്ട മ്ലേച്ഛമായ ജീവിതത്തിന്റെ സ്വഭാവ സംസ്കാരമുള്ള ഒരു സമൂഹമായിരുന്നു സൊദോം ഗൊമോറയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തിരിച്ചു സ്ത്രീകളും. അപ്പോ ഇവരെന്താണ്? അവർക്ക് ആണുങ്ങളാണെങ്കിൽ ആണുങ്ങളെ തന്നെ മതി, അതാണ് അവരുടെ സന്തോഷം. അവരതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരതിനെ നശിപ്പിച്ചു കളയും. അപ്പൊ അത്രയും പ്യുവറായിട്ടുള്ള വിശുദ്ധ ദൂതരെന്ന് പറഞ്ഞാൽ അത്രയും സുന്ദരന്മാരാണ്. ഇവരെ കണ്ടപ്പോഴേക്കും അവിടെ ഇങ്ങനെ ഒരു ദൂതന്മാരോ ഇങ്ങനെ രണ്ട് മനുഷ്യന്മാര് വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോഴേക്കും അവിടെ അങ്ങാടെ എല്ലാം കൂടെ ഇരച്ചു കയറി വരും. അപ്പം ലോത്ത് പറയുന്നുണ്ട്,
പുരുഷ സ്പർശനമേൽക്കാത്ത എന്റെ മക്കളെ, 2 മക്കളുണ്ട്, അവരെ തരാം, നിങ്ങൾ പക്ഷെ എന്റെ ഗസ്റ്റിനെ തുടരുത് എന്ന് പറയും. പക്ഷെ അവിടെ പറയണത് നീ എന്താ പറയുന്നത്, വരുത്തെന്ന് പറഞ്ഞ് കളിയാക്കൂലേ? അതായത് പുറത്തുനിന്ന് കയറി വരുന്ന ആ വചനഭാഗത്തിൽ വ്യക്തമായിട്ട് ഇതിനുണ്ട്, വരുത്തന്മാരിങ്ങനെ ചിലക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ മാറി നിൽക്ക്, അല്ലെങ്കിൽ നിന്നെയും ഞങ്ങൾ ഇതുപോലെ തന്നെ ആക്രമിച്ച് നശിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ദൂതന്മാര് ഇവരുടെ കണ്ണുകളെ അന്ധമാക്കി എന്നാ പറയണത്. അങ്ങനെ ഇവരെ ഈ പറയുന്ന ആളുകളെല്ലാം ആ മുറിയിലോട്ട് വലിച്ചിട്ടിട്ട് അവിടെ അന്ധമാക്കി കളഞ്ഞു. വന്നവരെല്ലാവരും അന്ധന്മാരാക്കി കളഞ്ഞു. അപ്പം എന്ന് വെച്ചാല് ഈ നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവത്തെ അറിയാതെ ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജനിക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെ? നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുന്ന ദൈവത്തെ അറിയാതെ ഈ ഭൂമി പോകുന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ വിട്ടുപോകുന്ന സമയത്ത് ആദ്യം വിലപിക്കുന്ന ഒരു വേദനയോടുകൂടെയുള്ള കരച്ചില്, അത് നാവ് മാത്രമേ അറിയുള്ളൂ, വീട്ടുകാരും ഒന്നും അറിയില്ല. ദൈവമേ, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ ഞാൻ ഈ പീഡ അനുഭവിക്കില്ലായിരുന്നു എന്ന്, അല്ലെ? ജീവിച്ചിരുന്നപ്പോ അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ജീവിച്ചിട്ടുണ്ട്. പക്ഷെ മരിക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ വിലയും നിലയും അതിന്റെ ചിന്തകളൊക്കെ മാറിപ്പോണത്. അതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട, അതായത് ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു രാക്ഷസന്മാരെയോ രാക്ഷസികളെ പോലെയൊന്നല്ല. ദൈവത്തിന്റെ സ്വഭാവത്തോടും ദൈവത്തിന്റെ രൂപത്തിലെ സാദൃശ്യത്തിനും എന്ന് പറയുമ്പോൾ എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എന്താ, തെരഞ്ഞെടുത്തത് ആരാണെന്നോ, ജീവൻ നിലനിർത്തിയിരിക്കുന്ന ആരാണെന്നോ, ജീവിക്കാൻ അനുവദിക്കുന്ന ആരാണെന്നോ അറിയുന്നില്ല. അതാണ് ഈ അജ്ഞത. ഒരു മനുഷ്യന്റെ അജ്ഞത എന്ന് പറഞ്ഞാൽ അത്ര ഭീകരമാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കരമായ, നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര സ്നേഹം തോന്നും. നമ്മളോട് സ്നേഹം കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് വില കൊടുത്തും നമ്മുടെ നഷ്ടം സഹിച്ചും നമ്മൾ പല കാര്യങ്ങളും നേടിയെടുക്കാനും നേടിക്കൊടുക്കാനും ഒക്കെ അധ്വാനിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാകയാൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ ദൈവം എനിക്ക് ചെയ്തു തരും. പക്ഷെ എന്നിൽ കൂടി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം, അല്ലെ? അപ്പോ ഇത് നമ്മുടെ ഒരു വിളിയാണ്. എല്ലാ നഷ്ടവും സഹിച്ചിട്ടാണ് പരിശുദ്ധ അമ്മയും ഈശോയും സകല വിശുദ്ധരും ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോയത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ കൂടി നമ്മളെ തെരഞ്ഞെടുത്ത ദൈവത്തെ ഇതുവഴി അറിയുകയാണ്. അപ്പൊ നമ്മൾ കുടുംബങ്ങളിലൊക്കെ, ജീവിതങ്ങളിലെ ജോലി മേഖലകളിലൊക്കെ ചിലപ്പോൾ കുറെ വേദനകളൊക്കെ അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, എന്നെ ഈ സമൂഹത്തിൽ കൂടി ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട്, ദൈവത്തിന് എന്തോ ചിന്തയുണ്ട്. അപ്പൊ ഞാൻ ഈ സങ്കടങ്ങൾ, വേദനകൾ സഹിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ എന്റെ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്റെ നിസ്സഹായത ദൈവകരങ്ങളിൽ സമർപ്പിച്ചേ മതിയാകൂ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ സങ്കടങ്ങൾ, വേദനകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ തെരഞ്ഞെടുപ്പിന്റെ ക്വാളിറ്റിയും ഗ്ലോറിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു തിരിച്ചറിവോടുകൂടെ ആയിരിക്കും ഈശോ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ മരണം വരെ ഒരിക്കലും എപ്പോഴും സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തെ ഞങ്ങൾക്കായി